ചില പ്രധാന സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് LTI Mindtree. LTI Mindtree ഇന്ന് 6% ഉയർന്ന് 6120 ക്ലോസിംഗ് നൽകി. LTI Mindtreeക്ക് കർണാടക ഹൈക്കോടതിയിൽ നിന്നും 378 കോടി രൂപയുടെ GST ടാക്സ് റിലീഫ് ലഭിച്ചതും കോട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് LTI Mindtreeക്ക് ആടുന്ന റേറ്റിംഗും 6200 രൂപയുടെ ടാർഗറ്റ് നൽകിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്കിൽ ബൈയിങ് മൊമെൻറ്റം വന്നത്. വരുന്ന 2 വർഷത്തിനുള്ളിൽ കമ്പനിയുടെ റവന്യൂ ഗ്രോത്തിൽ മികച്ച റിക്കവറി കാണാമെന്നും കോട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസിൻ്റെ റിസർച്ച് റിപ്പോർട്ടിൽ പറയുന്നു. കമ്പനിയുടെ ഏണിംഗ് പെർ ഷെയർ 0.5 മുതൽ 1% വളർച്ച കൈവരിച്ചേക്കും. കോട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസിൻ്റെ കണക്ക് പ്രകാരം LTI Mindtreeയുടെ ഫെയർ വാല്യൂ ഇപ്പോൾ 6200 ആണ്. മുമ്പ് ഇത് 5500 ആയിരുന്നു. LTI Mindtree എന്ന കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ട് സെഷനിലും പെർഫോമൻസ് മികച്ചതായിരുന്നു. അതോടൊപ്പം തന്നെ 2025 ഫിനാൻഷ്യൽ ഇയറിൽ 6.5% റവന്യൂ ഗ്രോത്തും 2026 ഫിനാൻഷ്യൽ ഇയറിൽ 11% റവന്യൂ ഗ്രോത്തുമാണ് കമ്പനി നേടിയത്. BFSI സെഗ്മെൻറ്റിലും കമ്പനി മികച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ ഫാക്റ്റുകളുടെയൊക്കെ പശ്ചാത്തലത്തിൽ LTI Mindtree എന്ന സ്റ്റോക്കിന് അനലിസ്റ്റുകൾ ബൈ എന്ന റേറ്റിംഗ് നൽകിയിട്ടുണ്ട്. റീസെൻ്റ്ലി സ്റ്റോക്ക് 5850 എന്ന ലെവൽ ബ്രേക്ക് ചെയ്ത് 6120 ട്രേഡ് ചെയ്യുന്നു. വരും സമയങ്ങളിൽ 6000 സ്റ്റോക്കിൻ്റെ പ്രധാനപ്പെട്ട സപ്പോർട്ടായി പ്രവർത്തിക്കാനും സാധ്യതയുണ്ട്. രണ്ടാമത്തെ അപ്ഡേറ്റ് ടാറ്റ എൽക്സി ലിമിറ്റഡുമായി ബന്ധപ്പെട്ടത്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ടാറ്റ എൽക്സി 16% ഉയർന്നെങ്കിൽ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 8.82% ഇടിഞ്ഞു. 51,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 64.69, ഡിവിഡൻഡ് ഈൽഡ് 0.86%, 52 വീക്കിലോ 641, 6411, 52 വീക്ക് ഹൈ 9200. ടാറ്റ എൽക്സി എന്ന സ്റ്റോക്കിന് കോട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് ഡൗൺഗ്രേഡ് ചെയ്തു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് സ്റ്റോക്ക് 8% ഇടിഞ്ഞത്. കോട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് ടാറ്റ എൽക്സിക്ക് സെൽ എന്ന റേറ്റിംഗും 5500 രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയിരിക്കുന്നത്. കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും ഏകദേശം 38% ഡൗൺ സൈഡിലുള്ള ടാർഗറ്റ്. ഇനി ടാറ്റ എൽക്സി എന്ന സ്റ്റോക്ക് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഡീസൻറ്റ് റിട്ടേൺ നൽകിയ സ്റ്റോക്കാണ്. ഒരു വർഷം കൊണ്ട് സ്റ്റോക്ക് 61% റിട്ടേൺ നൽകി. കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ് 20%, റവന്യൂ ഡോളർ ഗ്രോത്ത് റേറ്റ് 22% കമ്പനി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഫാക്റ്റുകളുടെയൊക്കെ പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിലും ടാറ്റ എൽക്സി എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. ടാറ്റ എൽക്സിയെ സംബന്ധിച്ചിടത്തോളം 7500, 7700 തുടങ്ങിയവയാണ് പ്രധാന സപ്പോർട്ട് ലെവലുകൾ. 9000 സ്റ്റോക്കിൻ്റെ പ്രധാന റെസിസ്റ്റൻസുമാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.